രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സിനിമാ നിർമ്മാതാക്കൾ നേരിടുന്നത്. ഒന്നാമത്തത് താരങ്ങളുടെ മലയാള സിനിമ വ്യവസായത്തിന് താങ്ങാൻ കഴിയാത്ത അമിതമായ പ്രതിഫലം. ഹോളിവുഡ് സിനിമയ്ക്കും ബോളിവുഡ് സിനിമയ്ക്കും എന്തിനേറെ തമിഴ് തെലുങ്ക് സിനിമയ്ക്കും പോലും വലിയ വിപണിയുണ്ട്. എന്നാൽ കേരളത്തിന്റെ വിപണി വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിനിമാ നടന്മാർ ഇങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊണ്ടുപോയാൽ മലയാള സിനിമയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട പരിഹാരം? സിനിമാ നിർമ്മാതാക്കൾ ചർച്ച ചെയ്യേണ്ടതും പരിഹാരമായി മുമ്പോട്ട് വയ്ക്കേണ്ടതും രണ്ട് കാര്യങ്ങളാണ്. സിനിമയ്ക്ക് ലാഭമുണ്ടായാൽ ആ ലാഭവിഹിതം സിനിമയുടെ വിജയത്തിന് കാരണക്കാരായ സിനിമാ താരങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സിനിമാ നിർമ്മാതാക്കൾ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്നാമത്തേത് താരങ്ങളെ ക്ലാസിഫൈ ചെയ്യുക. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ഒക്കെ പോലുള്ള ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നവരെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക. രണ്ടാം ക്ലാസ്സിൽ പൃഥ്വിരാജും ഫഹദും ടോവിനോയും ഒക്കെ ഉൾപ്പെടുന്നവർ. അങ്ങനെ ഇപ്പോഴത്തെ പ്രതിഫലത്തിന്റെ ഒരു കണക്കനുസരിച്ച് താരങ്ങളെ എ ബി സി ഡി തുടങ്ങിയ വിഭാഗമായി ക്ലാസിഫൈ ചെയ്യുക. എന്നിട്ട് ഓരോ വിഭാഗത്തിനും മിനിമം സാലറി ഫിക്സ് ചെയ്യുക. ഉദാഹരണത്തിന് എ വിഭാഗത്തിൽപ്പെടുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും 10 കോടി എന്ന പ്രതിഫലം നിശ്ചയിച്ചു എന്ന് കരുതുക. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 5 കോടി എന്ന ബേസിക് പ്രതിഫലം നിശ്ചയിച്ചു എന്ന് കരുതുക. അങ്ങനെ പ്രതിഫലം വിവിധ ക്ലാസ്സിലായി വെക്കുകയും ഒപ്പം റോയലിറ്റി ഇതിന്റെ ഭാഗമാക്കി വെക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു സിനിമ 8 നിലയിൽ പൊട്ടിയാൽ ആ പ്രതിഫലത്തിൽ അവർ സംതൃപ്തി അനുഭവിക്കണം. അതല്ല, ആ സിനിമ വിജയിച്ചാൽ തീർച്ചയായും ആ ലാഭത്തിന്റെ ഒരു പെർസെന്റേജ് ഈ അഭിനേതാക്കൾക്ക് കൊടുക്കണം. അങ്ങനെയെങ്കിൽ 100-150 കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ നിന്നും ഇപ്പോൾ പ്രതിഫലം കൈപ്പറ്റുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കൈപ്പറ്റാൻ ഈ നടന്മാർക്ക് കഴിഞ്ഞെന്ന് വരാം. ഒരുപക്ഷെ താഴത്തെ ക്ലാസ്സിലുള്ള സിനിമാക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വലിയ പ്രതിഫലം കൈപ്പറ്റിയെന്ന് വരും. അത്തരത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ മലയാള സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാൻ കഴിയൂ. പല മേഖലകളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പത്രങ്ങളുടെ പരസ്യം കൊടുക്കുന്നത് മനോരമയ്ക്ക് ഒരു ക്ലാസ്, മാതൃഭൂമിക്ക് ഒരു ക്ലാസ്, പല ക്ലാസുകളെ വിഭജിച്ചുകൊണ്ടാണ് പത്രങ്ങൾ പരസ്യത്തിന്റെ നിരക്ക് തീരുമാനിക്കുന്നത്. അത്തരത്തിൽ താരങ്ങളെ ക്ലാസിഫൈ ചെയ്ത് അവരുടെ താരമൂല്യത്തിന് അനുസൃതമായ ബേസിക് സാലറിയും അവരുടെ പെർഫോമൻസിനും വരുമാനത്തിനും അനുസൃതമായ റോയൽറ്റി ഇൻസെന്റീവും ആഡ് ചെയ്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ സിനിമാ നിർമ്മാതാക്കളുടെ നഷ്ടം ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. സിനിമാ താരങ്ങൾക്ക് കുറ്റം പറയാനും സാധിക്കാതെ വരും.